ഹായ് ഗൈസ്, ഐ ആം ഹർഷ. കമോൺ, നമുക്ക് മുട്ടപ്പുട്ട് ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് പുട്ടുപൊടി ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, 2 മുട്ടയാണെന്നുണ്ട്. എന്നിട്ട് അടുപ്പത്ത് പുട്ടുംപാനിയിൽ കുറച്ച് വെള്ളം വെച്ച് തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ കുറച്ച് ഉറച്ച പോലെയാണുള്ളത്. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് പുട്ടും കുറ്റും എടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള പുട്ടുപൊടിയില്ല, നമ്മൾ കുഴച്ച് വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആദ്യം തേങ്ങ പുട്ടുപൊടി ഓക്കെ. എന്നിട്ട് അത് പുട്ടും കുറ്റിയിൽ വെച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തു. ആ ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടും റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ PUT പുട്ട്. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നെല്ലാം പറയില്ലേ അമ്മേനോട്, PUT പുട്ടാക്കണം അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. അത് ചൂടാകുമ്പോഴേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് കുറച്ച് സമയം വഴറ്റി അത് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത തക്കാളി ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് മൂന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ വരണം. അപ്പം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പം അത് കുറച്ച് സമയം പച്ചമണം മാറുന്നേരം കുറച്ച് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 2 മുട്ടയും പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇടുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പുട്ടെല്ലാം നമ്മളൊന്ന് പൊടിച്ചു കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ഈ മുട്ടയിലേക്ക്, ഇത് മുട്ട വറവായിട്ട് നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ. അപ്പോൾ ഞാനിങ്ങനെ ആക്കിയതിന് പുട്ട് പൊടിച്ച് അതിലിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മുട്ടപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടിനി ഒരു തരി പോലും ബാക്കി വെക്കാണ്ട് ഞാൻ കഴിച്ച്. അപ്പം ബൈ ഗായ്സ്.